നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ ചിത്രം മാറ്റാം എന്ന പ്രതീക്ഷയിലായിരുന്നു UDFും കോൺഗ്രസും. ഇന്ന് അദ്ദേഹത്തിന്റെ വരവോടെ പ്രചരണത്തിന്റെ ഗതി മാറുമെന്ന് മനോരമ മുതൽ ഏഷ്യാനെറ്റ് ന്യൂസ് വരെയുള്ള മാധ്യമങ്ങളും VD സതീശൻ മുതൽ രമേശ് പിഷാരടി വരെയുള്ള നേതാക്കളും പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഒരൊറ്റ രാത്രി കൊണ്ട് ചരിത്രം മറിച്ചിടപ്പെട്ടു. രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു, ഞാൻ വരുന്നില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കേരളത്തിലേക്ക്, അദ്ദേഹം മുമ്പ് പ്രതിനിധീകരിച്ച വയനാട് ഉൾപ്പെടുന്ന കേരളത്തിലേക്ക്. UDFന് ഭരണം പിടിച്ചുകൊടുക്കാൻ ഉത്തരവാദപ്പെട്ട രാഹുൽ ഗാന്ധിയാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം മുഴുവൻ പ്രസംഗിച്ച് നടന്ന് പ്രബോധിപ്പിക്കേണ്ട സമയം കഴിയാറായിട്ട് തീരുമാനിച്ച രാഹുൽ ഗാന്ധി വരില്ല, പരിപാടി റദ്ദാക്കി എന്നറിയിച്ചു. എന്തുകൊണ്ടാണത്? അതിനൊരു കാരണമുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ സോണിയാഗാന്ധിയുടെ അസുഖം മൂലമാണ് പരിപാടി റദ്ദാക്കിയത് എന്ന വിശദീകരണം കോൺഗ്രസ് നേതൃത്വം നൽകിയിട്ടുണ്ട്. എന്നാൽ അതാണോ കാരണം? അതുമാത്രം അല്ല എന്നാണ് AICCയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അല്ലെങ്കിൽ പിന്നെ എന്താണ് കാരണം? ആ കാരണം ഈ ഫ്ലക്സ് ബോർഡാണ്. ശരിക്കും ഇതൊരു ഫ്ലക്സ് ബോർഡ് അല്ല, അത് ഒറിജിനൽ അല്ല, ഡിജിറ്റലാണ്. അതായത് സാങ്കല്പികമാണ്. വയനാട് ഉരുൾപൊട്ടലിനായി, അവിടുത്തെ പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസും പിരിച്ച് കൈക്കലാക്കിയ പണം പോലെ തികച്ചും സാങ്കല്പികം. അവർ പിരിച്ച പണം എവിടെ? ഈ ചോദ്യം രാഹുൽ ഗാന്ധി വരുമ്പോൾ ചോദിച്ചാൽ മൂപ്പരെങ്ങനെ ഉത്തരം പറയും? അപ്പോൾ പിന്നെ എന്ത് കണക്ക് പറയാനാണ് മൂപ്പര്? അപ്പോൾ പിന്നെ എങ്ങനെ വരാനാണ്? അതിന് തന്നോട് ആരെങ്കിലും കണക്ക് ബോധിപ്പിച്ചോ എന്ന് രാഹുൽ സ്വയം ചോദിക്കേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, ഇതിനു മുമ്പൊരിക്കൽ വന്ന് വയനാട്ടിൽ കല്ലിട്ടിട്ട് പോയതുമാണ്. അവിടെ ഇപ്പോൾ വീടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇട്ട കല്ല് പോയിട്ട് പുല്ലുപോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. 2 പഞ്ചായത്തിൽ ഉരുൾപൊട്ടിയിട്ട് നാടുനീളെ നടന്ന് പണം പിരിച്ചിട്ട് ആ പണം എവിടെയെന്ന് പറയാൻ പോലും പറ്റാത്ത ഈ ചങ്ങായിസിനെയാണോ ഭരണത്തിൽ ഏറ്റേണ്ടത് എന്ന് എതിരാളികൾ ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എങ്ങനെ ഉത്തരം പറയും? ശരിക്കും മൂപ്പര് ഈ ബോർഡ് പേടിച്ചിട്ടാണ് വരാത്തത് എന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റില്ല. മാത്രമല്ല, പിണറായി വിജയൻ മുതൽ MV നികേഷ് കുമാർ വരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പിരിച്ച പണം എവിടെ എന്ന്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം വെറും രാഷ്ട്രീയ ചോദ്യവുമല്ല, AICCയുടെ ബാലൻസ് ഷീറ്റ് വെച്ചിട്ടാണ് മൂപ്പർ ചോദിച്ചത്. ഇതാണ് ആ ബാലൻസ് ഷീറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അതിലെവിടെ പിരിച്ച പണം? മുഖ്യമന്ത്രിയുടെ ചോദ്യം മുഴുവനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സാഹചര്യത്തിൽ കൂടി ചോദിച്ചത് പ്രസക്തമാണ്. പിണറായിയുടെ ചോദ്യം ഇതാണ്, പിരിച്ച പണം എത്ര? ആ ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ പിരിച്ച പണം എത്ര? എന്റെയും KPCC പ്രസിഡന്റിന്റെയും സംയുക്ത അക്കൗണ്ടിലാണ് പണം ഉള്ളത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടല്ലോ. പണം എത്ര കയ്യിലുണ്ട്? ആ അക്കൗണ്ട് ഏത് ബാങ്കിലാണ്? മുണ്ടക്കൈ ചൂരൽമല പിരിവ് നടത്തിയ 2024-25 കാലഘട്ടത്തിലെ AICCയുടെ ബാലൻസ് ഷീറ്റ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇതാണ് ആ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് പ്രകാരം 350.12 കോടി രൂപയാണ് കൂപ്പൺ വിറ്റ് ജനങ്ങളിൽ നിന്ന് പിരിച്ച തുകയായി കണക്ക് കാണിച്ചിട്ടുള്ളത്. ഈ ഹെഡിലാണോ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ സഹായിക്കാൻ പിരിച്ച തുകയുള്ളത്? 350.12 കോടി രൂപയിൽ 78.69 കോടി രൂപ ഒഴിച്ചുള്ള ഫണ്ട് മുഴുവൻ PR വർക്കിന് ചെലവഴിച്ചതായി കാണുന്നു. ബാക്കിയായ 78.69 കോടി രൂപയിൽ 1.74 കോടി രൂപയാണ് പ്രത്യേക ആവശ്യത്തിനായി വകയിരുത്തിയ തുകയായി മാറ്റിവെച്ചിട്ടുള്ളത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി 1.74 കോടി രൂപ മാത്രമാണോ മാറ്റിവെച്ചത്? അങ്ങനെയെങ്കിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ച പണവും കോൺഗ്രസ് PR പ്രവർത്തനത്തിന് ചെലവഴിച്ചോ? UDFിലെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് 37 കോടി രൂപയാണ് പിരിച്ചതായി കാണിച്ചിട്ടുള്ളത്. UDFിലെ വലിയ കക്ഷിയായ കോൺഗ്രസ് സ്വാഭാവികമായും കൂടുതൽ പിരിച്ചിട്ട് കാണുമല്ലോ. ഇനി ആ പാർട്ടി അക്കൗണ്ടിലല്ല പിരിച്ച പണം ഉള്ളത്, ഇതാണോ വാദിക്കാൻ പോകുന്നത്? വ്യക്തിപരമായി KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും അവരുടെ അക്കൗണ്ടിലാണ് പണം ഉള്ളത് എങ്കിൽ ഇരുവരും തങ്ങളുടെ നാമനിർദ്ദേശ പത്രികയിലെ സത്യവാങ്മൂലത്തിൽ ഈ പണത്തിന്റെ കണക്ക് കാണിച്ചോ? പണം പിരിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാക്കിയ ആപ്പിന്റെ റീബ്രാൻഡഡ് വേർഷനാണ് കോൺഗ്രസ് ഉപയോഗിച്ചിട്ടുള്ളത്. ആപ്പിലൂടെ പണം പിരിക്കുന്നത് സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ആപ്പിന്റെ എല്ലാ ഫീച്ചറും കോൺഗ്രസ് ഇതിനകം നശിപ്പിച്ചു കളഞ്ഞു. പണം നൽകിയവർക്ക് താൻ നൽകിയ പണം അക്കൗണ്ടിലുണ്ടോ എന്നറിയാനുള്ള അവകാശമില്ലേ? യുവജന സംഘടനയായ DYFIയും പണം പിരിച്ചിരുന്നു. അവർ 100 വീടുകളാണ് പണിത് നൽകിയത്. വീട് കൈമാറുന്ന ദിവസം എല്ലാ താമസക്കാർക്കും TVയും അവർ വാങ്ങി നൽകി. 30 സെക്കൻഡിൽ 300 വീടിന്റെ കഥ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സ്ഥലം വാങ്ങി 10 ദിവസത്തിനകം പ്ലാൻ അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും എന്നും അറിയിച്ചിരുന്നു. ശിലാസ്ഥാപനം നടത്തിയ കല്ലിന് മുകളിൽ രണ്ടാമതൊരു കല്ല് വീഴില്ല എന്നതാണ് UDF വാഗ്ദാനങ്ങളുടെ ദുര്യോഗം.
10 വർഷമായി UDF ഭരണത്തിലില്ലാത്തതുകൊണ്ട് പുതിയ വോട്ടർമാർക്ക് ആ ഇരുണ്ട കാലത്തെപ്പറ്റി വേണ്ടത്ര അറിയില്ല എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. UDF ഭരണകാലത്തെ കെടുകാര്യസ്ഥത എന്താണ് എന്നതിൻ്റെ മിനി രൂപമാണ് മുണ്ടക്കൈ ചൂരൽമല പണപ്പിരിവും അതിൻ്റെ ദുരുപയോഗവും. UDF ഭരണത്തിൻ്റെ അവസാന ക്യാബിനറ്റ് തീരുമാനങ്ങളെ തീവെട്ടിക്കൊള്ള എന്ന് അന്ന് വിശേഷിപ്പിച്ച ആളാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അക്കാലത്ത് ഓരോ പദ്ധതിയും അഴിമതിയിൽ കുളിച്ചു. ഓരോ പോസ്റ്റിങ്ങിനും പണം വാങ്ങി നൽകി പോസ്റ്റിംഗ് വാങ്ങിയവർ ആ പണത്തിൻ്റെ പല മടങ്ങ് സാധാരണക്കാരിൽ നിന്നും തിരിച്ചു പിടിച്ചു. അഴിമതിയുടെ കൂത്തരങ്ങായി ആ ഇരുണ്ട കാലം മാറി. പ്രതിപക്ഷ പ്രവർത്തനത്തിൽ പരാജയപ്പെട്ടതാണ് കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം. ഭരിക്കാനുള്ള അവകാശം ജനങ്ങളോട് ചോദിക്കേണ്ടവരാണല്ലോ പ്രതിപക്ഷം. ദുരന്തബാധിതരെ സഹായിക്കാൻ പിരിച്ച പണം എത്ര എന്ന് പറയാൻ കഴിയാത്ത ഇവർക്കൊരു സംസ്ഥാനം പോട്ടെ, നാട്ടിലെ ക്ലബിൻ്റെ ഭരണം ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാകുമോ? ഭരിക്കാൻ തങ്ങൾക്ക് ശേഷിയില്ല എന്ന് പ്രതിപക്ഷത്തിരുന്ന് തെളിയിച്ച മുന്നണിയാണ് UDF. പിണറായി വിജയൻ ഇമാതിരി വർത്തമാനത്തിലൂടെയാണ് ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ സതീശൻ എന്തു ചെയ്യും? രാഹുൽ വരണമെങ്കിൽ സതീശൻ ഉടൻ എന്തെങ്കിലും ഒരു കണക്കുണ്ടാക്കി പറയണം. പിണറായി ഉന്നയിച്ചത് ഗുരുതരമായ കാര്യമാണ്. കേവലം എന്തെങ്കിലും സാധാരണ VD സതീശൻ്റെ പ്രതികരണം പോലെ തള്ളിക്കളയാവുന്നതല്ല. ഒന്ന്, പിരിച്ച പണം എൻ്റെയും KPC പ്രസിഡന്റിൻ്റെയും ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്ന് VD സതീശൻ നാട്ടുകാർക്ക് മുമ്പിൽ പറഞ്ഞത്. അപ്പോൾ അവരുടെ അക്കൗണ്ടിലുള്ള ആ പണം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാളും മത്സരിക്കുന്നുണ്ടല്ലോ, VD സതീശനും സണ്ണി ജോസഫും. അവരുടെ ഒന്നും ഈ സത്യവാങ്മൂലത്തിനൊപ്പം കാണിക്കേണ്ട വിവരങ്ങളിൽ അത് കാണിച്ചിട്ടില്ല. രണ്ടാമത്തേത്, AICCയുടെ അക്കൗണ്ടിൽ ആ പൈസ എത്തിയിട്ടില്ല. AICCയുടെ അക്കൗണ്ടിൽ പിരിച്ച പണം മൊത്തം ഈ PR-നാണ് ചെലവഴിച്ചിട്ടുള്ളത്. ലേശം കോടി മാത്രമാണ് മാറ്റി വെച്ചിട്ടുള്ള തുക. അപ്പം വയനാട്ടിലേക്ക് പിരിച്ച പണം മൊത്തം PR പരിപാടിക്ക് ചെലവഴിച്ചോ, അതോ ഇവിടെ നിന്ന് അക്കൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞ പണം മാറ്റിയോ? എന്താണ് സംഭവിച്ചത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കേസ് നടത്തി ചെലവാക്കി, മാങ്കൂട്ടത്തിൽ ചെലവാക്കി കാണും എന്നൊക്കെയാണ് ശത്രുക്കളുടെ മറ്റൊരു വാദം. ബലാത്സംഗ കേസും നിർബന്ധിത ഗർഭഛിദ്ര കേസും ഒടുക്കം സുപ്രീം കോടതിയിൽ സീല് വെച്ച കവറിൽ ഹാജരാക്കപ്പെട്ട ആ 10 കേസുകളും പിരിച്ച പണം അപ്പോൾ അതിനുപയോഗിച്ചു എന്ന് എതിരാളികൾ പറയുന്നതിൽ വാസ്തവമുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലും വിശദീകരിക്കേണ്ടി വരും. പിരിക്കാനുണ്ടാക്കിയ ആപ്പെങ്കിലും കയ്യിലുണ്ടോ? ആ ആപ്പ് ഇപ്പോൾ നിലവിലില്ലേ? രാഹുൽ ഗാന്ധി ആ ആപ്പിൻ്റെ കാര്യമെങ്കിലും അറിഞ്ഞിരിക്കും. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യത്തിൻ്റെ ബലത്തിൽ MV നികേഷ് കുമാറും ചോദിക്കുകയാണ്. തനിക്കെതിരെ കാർഡുണ്ടാക്കാനും റീൽസ് ഉണ്ടാക്കാനും ഇറങ്ങിയെന്ന് VD സതീശൻ നിത്യവും പറയുന്ന നികേഷ് കുമാർ ഇപ്പോൾ വയനാട്ടിലേക്ക് പിരിച്ച തുകയെപ്പറ്റി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെയാണ്. മുഖ്യമന്ത്രിയുടെ ചോദ്യം സിമ്പിളാണല്ലോ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വേണ്ടി പിരിച്ചെടുത്ത തുക AICCയുടെ അക്കൗണ്ടിലില്ല, ബാലൻസ് ഷീറ്റിൽ കാണുന്നുമില്ല. പിരിച്ച തുക എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ തുക നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള സത്യവാങ്മൂലത്തിലും കാണുന്നില്ല. പിരിച്ച തുക എവിടെ? ആവിയായിപ്പോയോ എന്നാണ് നികേഷ് കുമാർ ചോദിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വയനാട് ഫണ്ട് എവിടെ എന്ന ചോദ്യത്തോട് ഉത്തരം മുട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ആറന്മുള സ്ഥാനാർത്ഥി അബിൻ വർക്കി എതിർ സ്ഥാനാർത്ഥി വീണ ജോർജിന് മുന്നിൽ ഫണ്ട് എവിടെ എന്ന ചോദ്യം കേട്ടതോടെ ഉത്തരമില്ലാതെ അതും ഇതും തിരിച്ചു ചോദിച്ച് ബഹളം കൂട്ടിയത്. ചാനലായ ചാനൽ മുഴുവൻ അത് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ കാണിക്കുകയും ചെയ്തു. പലയിടത്തും വയനാട് ചോദ്യം വരുമ്പോൾ സ്ഥാനാർത്ഥികളും നേതാക്കളും പരിപാടി തന്നെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയും പ്രചരണ പരിപാടി റദ്ദാക്കിയത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയാണ് ഈ വയനാട് ഫണ്ട് പിരിവ്. ഹരിയാന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വത്തിന് 7 കോടി രൂപ തട്ടിയെന്ന് ആരോപിച്ച് മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ AICCക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് കത്തെഴുതിയിരിക്കുകയാണ്. കൊടിക്കുന്നിൽ സുരേഷിൻ്റേത് എന്ന് പറഞ്ഞ് വാട്സാപ്പ് ചാറ്റും അവർ പുറത്തുവിട്ടു. AICC ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാതായതോടെ വയനാട് ഫണ്ടും അതിനൊപ്പം വിവാദത്തിലായി. ഇതോടെ കേരള സന്ദർശനം വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് രാഹുൽ ഗാന്ധിയെ പ്രതിക്കൂട്ടിലാക്കുന്ന സാഹചര്യത്തിലാണ് ഈ പരിപാടി റദ്ദാക്കിയത് എന്ന വാർത്തകളും വരികയാണ്. മാത്രമല്ല, പണപ്പിരിവിന് ശേഷം യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകൾക്കായി പിരിച്ച തുക നിരവധി വിവാദങ്ങൾക്ക് ശേഷമാണ് KPCC ഏൽപ്പിച്ചു എന്ന് പറഞ്ഞത്. വീട് വെക്കും എന്ന് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞിട്ടും KPCCയുടെ 100 വീട് ഇതുവരെ ആയില്ല. രാഹുൽ ഗാന്ധിയുടെ 100ഉം ഒപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ 30ഉം ഒപ്പം KPCCയുടെ വീടും, അങ്ങനെ 230 വീടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലാം കൂടി KPCCയുടെ 100 വീടിലേക്ക് ചുരുക്കുമെന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ട്. അതും വിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ കണ്ണിൽ പൊടിയിടാൻ ഒരു സ്ഥലം ഏറ്റെടുത്ത് 50 വീടിൻ്റെ തറക്കല്ലിടാൻ രാഹുലിനെ കൂട്ടിക്കൊണ്ടുവന്നു. രാഹുൽ ഗാന്ധിനെ മൂപ്പര് വന്ന് തറക്കല്ലിട്ട് പോയതിന് ശേഷം നാളിതുവരെയായിട്ടും ആ മണ്ണിൽ ഒരു കൈക്കോട്ട് വീണിട്ടില്ല. ചാനലുകാർ പോയപ്പോൾ
ഇപ്പോൾ തറക്കല്ല് പോലും കാണാനില്ലത്രേ. അതും ഒളിപ്പിച്ചു വെച്ചു. അതിൽ രാഹുൽ ഗാന്ധിയുടെ പേരുണ്ടല്ലോ, അതുകൊണ്ട് അത് കണ്ടാൽ അബദ്ധമാണെന്ന് ആർക്കോ മനസ്സിലായി. ഈ സാഹചര്യത്തിലാണ് പിരിച്ച പണം എവിടെ പോയി എന്ന ചോദ്യം ഉയരുന്നത്. വ്യാപകമായി നടന്ന് പിരിച്ച കൂട്ടരാണ്. സിനിമാ പ്രവർത്തകരടക്കം വലിയ തുക സംഭാവന ചെയ്തു എന്നാണ് അന്ന് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പണമെല്ലാം KPCC ഏൽപ്പിച്ചു എന്ന് പറയുന്നതല്ലാതെ തുക എത്ര എവിടെ എന്ന് മിണ്ടുന്നില്ല. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്ലാൻ ചെയ്തത്. സാധാരണ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ക്യാൻസൽ ചെയ്യാറില്ല. എന്നാൽ രാഹുൽ വയനാട് ഫണ്ട് തട്ടിപ്പ് ചോദ്യമായി വ്യാപകമായി ഉയർന്ന സാഹചര്യത്തിൽ പ്രചരണ യാത്രയും റദ്ദാക്കിയെന്നാണ് ഒടുവിലത്തെ വിവരം. എന്തായാലും അവസാന ഘട്ടത്തിൽ രാഹുലിന് വേണ്ടി വരും, അപ്പോഴേക്കും പിരിച്ച പണക്കണക്ക് പറയേണ്ടി വരും. ഇനി രാഹുൽ വരും മുമ്പ് അത് അവതരിപ്പിക്കപ്പെടുമോ, റെഡിയാക്കി വെക്കുമോ എന്ന ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.